അല്ല ഇങ്ങക്ക് കേക്കണോ? കഴിഞ്ഞ ദിവസം ആ പെണ്ണിനോട് സംസാരിച്ചോണ്ട് എന്റെ പെരേൽക്ക് വന്നാണ്ട് കേറി വാതിലേക്ക് തുറന്നു ഉള്ളിലേക്ക് സ്ഥലകാല ബോധമില്ല. പിന്നെ പോളോന്റെ പെരയിലേക്ക് വന്നതിന് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. നമ്മളെ കവി ശീതളം വന്നിക്കണ്. നമുക്ക് കാണാം, വൈകുന്നേരം കാണാം കേട്ടോ, ക്ലബിൽ നിന്ന് കാണാം. എന്താണ് നല്ല വർത്താനത്തിനല്ലോ ഫോണില്? അല്ല അറിഞ്ഞില്ലേ, വീട് അറിഞ്ഞില്ലേ? എന്താണ് ആ കവിയരങ്ങല്ലേ? അത് ഞാൻ പോണ്ട് കവിയരങ്ങല്ലാന്ന്. പിന്നെന്താണ് എന്റെ ശീതള ഉണ്ടാ നോക്കി? നിങ്ങൾ വെറുതെ ശീതളാന്ന് മാത്രം എന്നെ വിളിക്കരുത്. ഞാൻ പറഞ്ഞിട്ട് എന്റെ പേര് മാറ്റി അറിഞ്ഞില്ലേ? നിങ്ങൾ ശീതളന്നല്ലേ? ശീതളെന്ന് മാത്രല്ല ഇപ്പൊ ബാലശീതളൻ ചുള്ളിക്കമ്പ്. ശീതളങ്ങൾ വെറുതെ നോക്കി പോലീസിന് ഇതൊന്നും കിട്ടാൻ നിൽക്കണ്ടോട്ടങ്ങള്. വെറുതെ പേരൊക്കെ മാറ്റിയിട്ട് ആ ചുള്ളിക്കാട് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കവിയാണ്. അയാൾക്ക് നിങ്ങൾ എന്താ വിചാരിച്ചു? പിന്നെ അയാൾ നല്ല മനുഷ്യനായതുകൊണ്ടാണ് അതേപോലത്തെ പേര് ഞാൻ എനിക്കിട്ടേക്കണ്. അല്ലാണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടുമ്പോ എനിക്ക് പേരിടാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രസവത്തിലുള്ള പേരല്ലല്ലോ, നിങ്ങൾ ഇപ്പട്ടാക്കിയല്ലേ? ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ നമുക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ പേര് ഇനിയിപ്പോ അതേമാതിരിക്ക് ഇടാൻ പറ്റില്ലല്ലോ എനിക്ക്. അയാളിത് എന്താണ് അറിയാന്ന് എന്താ അറിയണത്? എന്താ നിങ്ങൾ പറയണത്? ഇപ്പൊ എന്നെ നോക്കി തറക്കുകയാണ് അങ്ങേര്. ഇനി ആയിക്കോട്ടെ, അറിഞ്ഞില്ലെങ്കിൽ എന്താ? അറിഞ്ഞെങ്കിൽ എന്താണ്? എന്തിനിപ്പോ നിങ്ങൾ പേര് മാറ്റേണ്ട കാര്യം ഉണ്ടായി? അതെ, ഞാൻ ഒരു കാര്യം പറട്ടെ. എന്റെ ചെറുപ്പകാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ചുള്ളിക്കാട് എന്ന് പറയുമ്പോ തന്നെ എനിക്ക് എന്റെ ചെറുപ്പകാലം ഓർമ്മ വരും. അത്ര ദാരിദ്ര്യമായിരുന്നു വീട്ടില്. ഞങ്ങളുടെ വീട്ടില് മാത്രം ഗ്യാസ് ഇല്ല, ബാക്കി എല്ലാ വീട്ടിലും ഗ്യാസ് ഉണ്ട്. അവസാനം അടുപ്പ് കത്തിക്കണമെങ്കിൽ ഞാനാണ് ചുള്ളിക്കമ്പ് പെറുക്കി കൊണ്ടുവന്നായിരുന്നു. അപ്പൊ അത് എനിക്ക് ഓർമ്മ വരും ചുള്ളിക്കാട് എന്ന് പറയുമ്പോ തന്നെ. അത് മാത്രല്ല, എനിക്ക് അയാളിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ല അയാൾ നല്ലൊരു കവിയാണ്, നല്ല കവിയാണ്. പിന്നെ എന്താ അറിയോ, ഞാൻ എന്തോരം എഴുതിയേക്കണ ഒരു കാക്ക കുഞ്ഞു കൂടി അത് വായിക്കില്ല. ഇപ്പതാ ഈ ചുള്ളിക്കമ്പ് ഇട്ടോടത്തുനിന്ന് അങ്ങോട്ട് എല്ലാവരും ചുള്ളിക്കാടാന്ന് വിചാരിച്ചിട്ട് വായിക്കാണ്. എത്ര ആൾക്കാർ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒക്കെ വായിക്കാണ് ഇപ്പൊ. വായനക്കാർ കൂടി തെറിയും കൂടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് പോട്ടെ, അതൊന്നിപ്പോ നോക്കണ്ട കാര്യം. ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ടേ ശ്രദ്ധിക്കണം കുറച്ചൊക്കെ. പേരുമാറ്റൊക്കെ വലിയ വിഷയം. ആൾക്കാർ നമ്മൾ എഴുതുന്നു വായിക്കട്ടെ. അല്ല നിങ്ങൾ എന്താ ഒരു കാര്യം പറയാൻ? അതാ ഞാൻ പറഞ്ഞു, ഇവിടെ പ്യാരില്ലേ, സുഖേട്ടനെ പോയി ഓ കല്യാണം കഴിക്കാന്നുള്ള പെണ്ണില്ലേ, ഒളിച്ചോടിയാണ് സഹിക്ക. ഇത് ഒളിച്ചോടിയതല്ല, ഓള് പെരേൽക്കും ഇങ്ങോട്ട് വന്നു. പിന്നെ പെരയിലേക്ക് അല്ലാണ്ട് തൊഴുത്തിരിക്കാൻ കയറി പോണ്. അതല്ലാന്ന്, ഓന്റെ പെരേൽക്ക്, പ്യാരിന്റെ പെരേൽക്ക്. അയ്യോ പ്യാരിന്റെ വീട്ടിലേക്ക് കയറിച്ചല്ലേ കല്യാണം കഴിഞ്ഞതിന് മുമ്പ്? അതല്ലേ പറയണത്. എന്താണ് വട്ടാണ്? അട്ടൊന്നുമില്ലേ കുട്ടിക്ക്. ഇപ്പൊ നാട്ടിൽ മുഴുവൻ സംസാരം. അപ്പൊ അപ്പനെ വിളിച്ചപ്പോ അപ്പനൊക്കെ അത് അറിഞ്ഞു നിൽക്കുകയാണ്. അയ്യോ പെരേൽക്ക് ഇങ്ങോട്ട് വന്നിട്ട് കേറിയിട്ട് അച്ഛനും അമ്മേനൊക്കെ കെട്ടിപ്പിടിച്ച് പരിചയപ്പെടലു. എന്നാ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, 2 വീട്ടുണ്ടാവും. ആര്? പെണ്ണ്. മണത്തി നോക്കിയിട്ടൊന്നുമില്ല, കുട്ടി നോർമലാന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കല്യാണം കണ്ണേറ്റുമ്പോ ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് കേറി ചെല്ലിയാണ് പെണ്ണുങ്ങൾ. അത് പാടില്ലല്ലോ. പാടില്ല എന്ന് തന്നെയാണ് ഞാനും പറയണത്. ഇത് മോഡേൺ ആണ് പോലെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു. അയ്യോ നാട് മൊത്തം മാറിട്ടോ. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആ ശുദ്ധി ഒക്കെ പോയി ഇപ്പോ. എല്ലാ പെണ്ണുങ്ങൾക്കും അതെ. ഇത് എന്താ പറ്റിക്ക് പ്രാന്താണ്? ഞാൻ ചോദിക്കാം, പണ്ടൊക്കെ നമ്മള് കേട്ടെടുത്തോളോ ഈ ഹിന്ദുക്കളെ പൊരയിൽ, നിങ്ങളെ പൊരയിലൊക്കെ ഒരു പെൺകുട്ടി നിലവിളക്ക് കത്തിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. 4 ആൾ അറിയാ കല്യാണം കഴിച്ചിട്ട് കാരണവന്മാരായിട്ട് വീട് ചെന്ന് കാണുന്നതിന് മുമ്പായിട്ട് വീട് കാണാൻ പാടില്ല. അത് ഭയങ്കര തെറ്റായി പോയത്. ഇപ്പൊ അവർക്ക് പുറത്തുനിന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കാണാം. താരെ പുറത്ത് കയറിന്നിട്ട് വല്ല ഐസ്ക്രീം യാത്രയുടെ ഇടയില്ല. ഒന്നാം താരെ പൂവ പെണ്ണുങ്ങൾ നാണിച്ചിട്ട് പൂവിലോ വഴിക്ക്. ഇത് എന്താ നാണമില്ല മാനമില്ലാത്ത മാതിരിയായല്ലോ ഈ ജാതികൾ. എന്താ കാണിക്കുന്നത്? പെൺകുട്ടികളുടെ കഥ വളരെ മോശമാണ് ഇത്. ആവു ഞാൻ ഇത് വെച്ചിട്ട് കവിത എഴുതിയാലോ എന്ന് ആലോചിക്കാണ് ഞാൻ. എന്തായാലും എഴുതണം. ഇതിന്റെ പേരിലോ? ഇതിന്റെ പേരിൽ നല്ല പെണ്ണുങ്ങളെ കുറിച്ച് എത്ര കവിത എഴുതിയേക്കണം. ഇപ്പൊ നമ്മുടെ OPR എഴുതിയിട്ടുള്ള കവിത ഇല്ലേ, മാരനയല്ല മണാളനയല്ല. ആരാ പേര് പറഞ്ഞു? OPR. നോക്ക് ഇതാ കേക്ക്. 5 മണി കഴിയുമ്പോ പിന്നെ ഒരു OPR പൊട്ടിക്കും. നേരം പോലത്ത് വൈകുന്നേരമാര് ONVയുടെ കവിത കേൾക്കണ ആളാണ് ഞാൻ. വൈകിട്ട് പിന്നെ ഇതിലേക്ക് കടക്കുമ്പോ പെട്ടെന്ന് തെറ്റി പോണെന്നാണ്. കുഴപ്പമില്ല. അതന്നെ ONVയുടെ മാരനെയല്ല മണാളനെയല്ല മാനം കാക്കുമൊരാങ്ങളയെ. ഞാൻ ആരെയാണ് കാത്തിരിക്കുന്നത്? മാരനെയല്ല മണാളനെയല്ല മാനം കാക്കുമൊരാങ്ങളയെ. അങ്ങനെ കാത്തിരിക്കണ പെണ്ണുങ്ങൾ ഇപ്പോ കല്യാണം കഴിയുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കലായി. ഈ കവിതയ്ക്ക് എന്താ പേരിടുക? കവിതയ്ക്ക് ഞാൻ പേരിടാൻ വിചാരിച്ചത് കല്യാണത്തിന് മുമ്പ് നാണം കെട്ട വീട് സന്ദർശനം. അത് മതി. നാണം കെട്ട എന്നുള്ളതിന് പകരം വേണം ഉളുപ്പില്ലാത്ത. അത് ശരിയാവില്ല. ഉളുപ്പില്ലാത്തൊക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ, എല്ലാവർക്കും അറിയില്ലല്ലോ. ഇത് എന്റെ കവിത എന്ന് പറഞ്ഞ് ലോക പ്രസക്താവണമെന്നില്ല ഞാൻ എഴുതുന്നത്. എല്ലാവരും വായിക്കട്ടെ. എഴുതിക്കോളി.
കല്യാണത്തിന് മുമ്പ് ഒരു നാണം കെട്ട സന്ദർശനം അത് മതിയെന്ന്. അത് മതി. ആള് വീണ്ടും വിളിച്ചേ. ആരാണ്? ദിവാര അറിഞ്ഞേ. ഞാൻ പോട്ടെ. അതാ ഞാനും ശീതളാട്ടം അതിനെ പറ്റി കവിത എഴുതാൻ പോവുക. എഴുതിക്കോളി. കല്യാണത്തിന് മുമ്പ് ഒരു പറഞ്ഞു ആരാണ് കല്യാണത്തിന് മുമ്പ് ഒരു നാണം കെട്ട സന്ദർശനം ദിവാരട്ടാ. നാണം കെട്ട ദിവാരട്ടാ. അല്ല നിങ്ങളല്ല, നിങ്ങൾ നാണം കെട്ടുന്നല്ല പറഞ്ഞത്. നാണം കെട്ട സന്ദർശനം. കല്യാണത്തിന് മുമ്പ് ഒരു നാണം കെട്ട സന്ദർശനം എന്റെ കവിതയാണ്. അതാണ് കവിതയുടെ പേര്. അന്മത, നമ്മുടെയൊക്കെ തറവാട്ടിലെ പണ്ട് മുതലേ നടന്നു വരുന്ന ഓരോ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങൊക്കെ തെറ്റിക്കാന്ന് പറഞ്ഞാ ഇപ്പോ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി വരന്റെ കൂടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് അവൾ ആദ്യമായിട്ട് ഈ വീട് കാണേണ്ടത്. അതെ, ഇതിപ്പോ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പൊ ഒരു വിഷമം ഉണ്ടാക്കിയത്. അന്വേഷണത്തിന് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വരിക, എന്നിട്ട് വീട് കാണുക എന്നൊക്കെ പറഞ്ഞാ അതെ, തറവാടിന് മോശം. നാട്ടുകാർ അറിഞ്ഞ ഈ ആകെ പ്രശ്നം. എല്ലാവരും അറിഞ്ഞു. ഇനി പറയാനൊന്നും ആരും ഇല്ല. കുളംകുത്തി തറവാട് ഒരു അന്തസ്സുള്ള തറവാടാണ്. കുഞ്ഞുനാളില് തുടരുന്ന ആചാരങ്ങൾ ഇപ്പോഴും ഞങ്ങൾ തുടരുന്നുണ്ട്. അത് തെറ്റിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരണത് എൻ്റെ മോൾ അവിടെ വന്നതാണ് പ്രശ്നം. അതെ, കല്യാണത്തിന് മുമ്പ് ഒറ്റയ്ക്ക് വന്നതാണ് പ്രശ്നം. അല്ല അച്ഛാ, ഞാൻ ജീവിക്കാൻ പോണ വീട്ടില് ഞാൻ ഒന്ന് പോയി കണ്ടത് ഇത്രയ്ക്ക് വലിയ തെറ്റാണോ? ഒരു തെറ്റുമില്ല മോളെ. അച്ഛനത് തെറ്റായിട്ട് തോന്നിയിട്ടുമില്ല. അത് തെറ്റാണ്. അതെ, കാണേണ്ട സമയമുണ്ട്. അതൊക്കെ ഒരു നാട്ടു നടപ്പ് ആചാരമല്ലേ മന്മത? ആ, സുഗത, എൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് വന്ന് നിൽക്കേണ്ട വീടാണ് ആ വീട്. അതെ, ആ വീട് ഒന്ന് നമുക്ക് കാണണമെന്നൊരാഗ്രഹം തോന്നി. അവൾ അവിടെ വന്നത് കണ്ടു, അവള് തിരിച്ചിങ്ങ് പോന്നു. അല്ലാണ്ട് അവൾ അവിടെ ചമ്മന്തി അരയ്ക്കോ, അവിടെ കഞ്ഞിയും ചോറും വെക്കോ, അവിടെ അന്തി ഉറങ്ങോ ഒന്നും ചെയ്തില്ലല്ലോ. ഇല്ല ചേട്ടാ. പക്ഷെ അങ്ങനെ ഒരു നാട്ടു നടപ്പില്ലല്ലോ. ഒരു നാട്ടു നടപ്പില്ല, ഒരു ആചാരം ഇല്ല. അത് പറഞ്ഞു മനസ്സിലായിക്കണ്ടേ? ഇതൊക്കെ നിങ്ങളൊക്കെ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അവള് കാലാകാലം ആ വീട്ടിലാണല്ലോ താമസിക്കേണ്ടത്. അതെ, ഇല്ലേ? അതെ, അതിന് സമയമുണ്ടല്ലോ. അതിന് സമയമുണ്ടല്ലോ. പണ്ട് മുതലേ നടന്നു വന്ന ഒരു ആചാരല്ലേ? ആ ആചാരം നല്ലതല്ലേ? ആചാരം, ഈ ആചാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ അമ്മ കുഞ്ഞുനാളിലെ പറഞ്ഞ ഒരു കഥ ഞാൻ ഒന്ന് പറയാം. എന്റെ അമ്മയുടെ വകയിലൊരു അമ്മാവന്റെ വീട്ടിൽ കുറെ ദോഷങ്ങളൊക്കെ ഉണ്ടായപ്പോ ഒരു പൂജ ചെയ്തു. അപ്പൊ പൂജാരി ഒന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ വീട്ടിൽ 3 പൂച്ച ഉണ്ടായിരുന്നു. ഈ പൂച്ചകളുണ്ടല്ലോ, ഈ പൂജ ചെയ്യണതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പൂജാരിക്ക് അത് ശല്യമായി. അപ്പൊ പൂജാരി പറഞ്ഞു, ഹൈ, ഈ പൂച്ചകളെ അങ്ങോട്ട് അടച്ചിടുക, പൂജ കഴിഞ്ഞ് തുറന്നു വിട്ടാൽ മതിയെന്ന്. അങ്ങനെ പൂച്ചകളെ അടച്ചിട്ട് പൂജ കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. അമ്മാവന്റെ ചെറിയായിരുന്ന മോൻ വലുതായി കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ ഇതേ പ്രശ്നങ്ങളും. അങ്ങനെ വീണ്ടും ഇതേ പൂജ ആവർത്തിച്ചു. പൂജാരി ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റ് കൊടുത്തപ്പോൾ ഈ ചെക്കൻ ചോദിക്കേണ്ട, പൂജാരിയായി 3 പൂച്ച കൂടെ വേണ്ടേ ആ പൂജ നടത്തണമെങ്കിൽ? അതൊരു ആചാരമല്ലേ? കുഞ്ഞുനാളിലെ ഞങ്ങൾ പൂജ ചെയ്തപ്പം പൂച്ചയും കൂടി ഉണ്ടായിരുന്നു. അതുമാതിരി ഇങ്ങനെയുള്ള കുറേ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഓരോ സമയത്ത്